4 മണിക്ക് നല്ല തട്ടുകട സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കോളിഫ്ലവർ ബജി കിട്ടിയാലോ. വാവ്, എന്നാ ടേസ്റ്റാല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഷോപ്പിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ, നമ്മുടെ വയറ് ഫുള്ളാവാനായിട്ടുള്ള കിട്ടില്ല. പക്ഷേ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കടകളിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് കോളിഫ്ലവർ വറുത്തെടുത്താലോ. എന്ന ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതുണ്ടാക്കി നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കോളിഫ്ലവർ വറുത്ത് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റ് ആണല്ലേ. സാധാരണ എന്തെങ്കിലും കാർണിവലിനോ അങ്ങനെ എന്ത് സംഭവങ്ങൾക്ക് ഉത്സവത്തിനൊക്കെ പോയാലും ഇതിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് വീട്ടിലാവുമ്പോൾ വയറ് നിറയെ കഴിക്കാം. അല്ലാതെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു കോളിഫ്ലവറാണ്. ഈ ഒരു കോളിഫ്ലവർ ഫുള്ളൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഞാനിവിടെ ഹാഫേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ആദ്യം തന്നെ നുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഇത് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത്രയും വൃത്തിയാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ ചൂടാവാനായിട്ട് വയ്ക്കാം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരു വലിയ സ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിലെ വിഷാംശം പോവും. അതിനനുസരിച്ച് അതുപോലെ തന്നെ അതിനകത്ത് പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പുറത്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ ചെന്ന് കഴിയുമ്പോൾ അണുക്കളും വിഷാംശം എല്ലാം പോയി കിട്ടും. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ചൂടാവാനായിട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് മതി കേട്ടോ. ഇത് ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനും പിന്നെ അതിലെ വിഷാംശം എല്ലാം പോയി കിട്ടാനും 2 മിനിറ്റോളം ഇങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. ആ വെള്ളത്തിൽ നിന്ന് കോരി ഒന്ന് വെള്ളം പോകാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് വെക്കാം. നല്ലതുപോലെ വെള്ളം വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാനുള്ള പണി നോക്കാം. ബൗളിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ആ വലിയ കോളിഫ്ലവറിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസും അത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മസാലയോ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. ഇത് ഫുഡ് കളർ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്താൽ മതി. ഞാനിവിടെ 2 പിഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ എല്ലാ പൊടികളും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും ഒരു സ്മെല്ലൊക്കെ കിട്ടും. ഇനി ഈ പൊടികളിലേക്ക് നമുക്കൊരു കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് പതിയെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമുക്ക് ഒരു കുറുകിയ ഒരു ടെക്സ്ചറാണ് കിട്ടേണ്ടത്. ഒത്തിരി ലൂസാകാത്ത ഒത്തിരി കുറുകാത്തത്, ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം. ഞാനിവിടെ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ല കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ ആ കാശ്മീരി ചില്ലിയുടെ നല്ല റെഡ് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഫുഡ് കളർ കുറച്ച് 2 പിഞ്ച് ചേർത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഇതുപോലെ നല്ല കളർ കിട്ടും. നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഈ കൂട്ടിൽ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളകും എല്ലാം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് എണ്ണയോ പാം ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആ എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അല്പാൽപമായിട്ട് ഈ കോളിഫ്ലവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ കോളിഫ്ലവർ കുറച്ച് വീതം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ കട്ടയായിട്ട് ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പതിയെ ഇട്ട് കൊടുത്താൽ മതി. നല്ല കളറാണ് നമ്മുടെ കോളിഫ്ലവർ ഇതാ വറുത്തെടുത്തതിന്, കണ്ടില്ലേ? ആ ഒരു ഫുഡ് കളർ വന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ വരുന്നത്. ഫുഡ് കളർ ഇല്ലെങ്കിലും നമുക്കിതിൻ്റെ ഒരു ഹാഫ് കളറെങ്കിലും നമുക്ക് കിട്ടും. ഇതാ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു വശം. നമുക്കിനി അപ്പുറത്തെ വശം കൂടി മറിച്ചിടാം. ഒരു വശം നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ ഇതേ മാറി വന്നിട്ടുണ്ട്, കണ്ടോ? ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോകണ്ട കേട്ടോ. അതായത് ഇപ്പോൾ കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്, രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് എണ്ണ പോയതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? നല്ല കളറും കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്. വാവ്, സൂപ്പർ! കണ്ടോ? അതിൻ്റെ ആ ഒരു എല്ലാം നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്, ക്രിസ്പി ആയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സോസും കൂടെ മുക്കി അങ്ങ് കഴിക്കണം. വാവ്, എന്നാ ടേസ്റ്റാ! വയറ് നിറയെ ഇതുപോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വീതം നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാനായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വയറ് നിറയെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഷോപ്പിൽ കിട്ടുന്നത് പോലെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ഫ്രൈ കണ്ടല്ലോ. സിമ്പിളായിട്ട് നമുക്ക് 4 മണിക്ക് വയറ് നിറയെ കഴിക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തിയുമാണ്. ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. എന്നാലേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. ബൈ.